കോംപ്ലക്സ് നമ്പേഴ്സ് പാർട്ട് 3. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചടാ. ഇഫ് z is equal to x plus iy and 3x plus 3x minus y into I which is equal to 4 minus 6i then z is. ഇത് ചോദിച്ചിരിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത്, ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? ഈക്വാലിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നെ കാണിച്ചു തരാം. നോക്കിയാൽ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ, z1 ഈക്വൽ ടു z2. ലെറ്റ്സ് സേ z1 എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ വാട്ട് വി ക്യാൻ സേ a1 പ്ലസ് ib1 ആൻഡ് z2 എന്ന് പറയുന്നത് a2 പ്ലസ് ib2. കറക്റ്റ് അല്ലേ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. z1 എന്ന് പറഞ്ഞാൽ a പ്ലസ് ib1, z2 എന്ന് പറയുന്നത് a2 പ്ലസ് ib2. They are saying that z1 equal to z2. z1ഉം z2ഉം ഈക്വൽ ആണ് മക്കളെടാ. z1ഉം z2ഉം ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, റിയൽ പാർട്ട് കമ്പയർ ചെയ്യുക. റിയൽ പാർട്ടും ഈക്വൽ ആയിരിക്കും, ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കും. സോ രണ്ടിന്റെയും റിയൽ പാർട്സ് ഈക്വൽ ആണ്. ഇവിടുത്തെ റിയൽ പാർട്ട് ആരാ? a1. സോ a1 ഷുഡ് ബി ഈക്വൽ ടു a2. കണ്ടോ, റിയൽ പാർട്സ് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കും. സോ b1 ഷുഡ് ബി ഈക്വൽ ടു b2. കണ്ടോ, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അവരുടെ റിയൽ പാർട്ടും ഇവരുടെ ഇമാജിനറി പാർട്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ചില ക്വസ്റ്റ്യൻസിലൊക്കെ ഫോർ എക്സാമ്പിൾ നോക്കിയടാ, z1 പ്ലസ് z2 പ്ലസ് z3 വിച്ച് ഈസ് ഈക്വൽ ടു 0. കണ്ടോ, z1 പ്ലസ് z2 പ്ലസ് z3 വിച്ച് ഈസ് ഈക്വൽ ടു 0. 0നെ നമുക്ക് എന്ത് എഴുതാം? 0 പ്ലസ് 0 എന്ന് എഴുതാമല്ലോ. 0നെ നമുക്ക് എന്ത് എഴുതാം? 0 പ്ലസ് 0. അതേപോലെ z1നെ a1 പ്ലസ് ib1 കുഴപ്പമില്ല. z2നെയോ a2 പ്ലസ് ib2, z3നെയോ a3 പ്ലസ് ib3. ഡൗട്ട് ഇല്ലല്ലോ. വിച്ച് ഷുഡ് ബി ഈക്വൽ ടു 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 0നെ നമുക്ക് എങ്ങനെ മാറ്റാം? 0നെ നമുക്ക് 0 പ്ലസ് 0 എന്ന് എഴുതാം. കുഴപ്പമില്ലല്ലോ. 0നെ നമുക്ക് എങ്ങനെ എഴുതാം? 0 പ്ലസ് 0 എന്ന് എഴുതാമല്ലോ. 0നെ നമുക്ക് എങ്ങനെ എഴുതാം? 0 പ്ലസ് 0. കമ്പയർ ദ real part. Real part is equal. There is an equality sign in between them. So we can equate the real part and we can equate the imaginary part. So what is the real part here? a1. And what is the real part here? a2. So a1 plus a2 plus a3. Kada. a1 plus a2 plus a3 which is equal to 0. Doubts illalo? Illa. Adepole imaginary part ara b1. So b1 plus b2 plus b3 which is equal to 0. Correct alle? Kada. Real part separate equate ചെയ്തു, imaginary part separate ഇക്വേറ്റ് ചെയ്തു. ഇത് ജസ്റ്റ് തിയറി പറഞ്ഞതേ ഉള്ളൂ. ഇതല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ അതൊന്ന് കളയാനായിട്ട് നോക്കാം. സോ അത് ആദ്യമേ കളഞ്ഞു. നമുക്കിനി ക്വസ്റ്റ്യൻ വായിക്കാം. z is equal to x plus y iy. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. z is equal to a plus ib, z is equal to x plus iy. ജനറൽ ഫോം അല്ലേ? യെസ്. സോ ബാക്കി പറഞ്ഞിരിക്കുന്നത് നോക്കിടാ. ബാക്കി ആരാ? 3x plus 3x minus y into i which is equal to 4 minus 6i. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ആണോ? 3x plus 3x minus y into i which is equal to 4 minus 6i. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ റിയൽ പാർട്സ് കമ്പയർ ചെയ്യാം. ഐയുടെ കൂടെ ഇതാണ് റിയൽ പാർട്ട് എന്ന് പറയുന്നത് 3x ആണ്. സോ വിച്ച് ഈസ് നോട്ട് ഹാവിങ് ഐ ഇല്ലാത്തവരെ വിളിക്കുന്ന പേരാണ് എന്ത്? റിയൽ. സോ 3x ഇവിടെ 4. ഓക്കെ അല്ലേ? 3x ഈക്വൽ ടു 4 ആണ്. ആണോ? 3x ഈക്വൽ ടു 4. സോ 3x ഈക്വൽ ടു 4 ആണെങ്കിൽ x ഈക്വൽ ടു എത്ര പറയാടാ? 4/3 എന്ന് പറയാലോ. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ്. സോ x കിട്ടി 4/3. ആണോ? 4/3 ആണ്. ഇവിടെ രണ്ടിടത്തും 4/3. ഇവിടെ -4/3, ഇവിടെ -4/3. സോ വി ക്യാൻ റിമൂവ് ദാറ്റ്. ആണോ? നമുക്ക് അത് രണ്ടും റിമൂവ് ചെയ്യാം. ബാക്കിയുള്ളത് ഈ രണ്ട് ഓപ്ഷൻ ആണ്. രണ്ടെണ്ണത്തിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കാം. സോ 3x ഈക്വൽ ടു 4, x ഈക്വൽ ടു 4/3. നൗ ഗോയിങ് ടു ദ ഇമാജിനറി പാർട്ട്. ഇമാജിനറി പാർട്ട് നോക്കിടാ. ഇവിടെ ഇമാജിനറി പാർട്ട് ആരാ? 3x മൈനസ് y അല്ലേ? ഐയുടെ കൂടെ ആരാ? 3x മൈനസ് y അല്ലേ? 3x മൈനസ് y which is equal to ഇവിടെ ആരാടാ? ഇവിടെ എന്ന് പറയുന്നത് -6 ആണ്. So -6. What we need to find? We need to find the value of y. We are only having the value of x. നമുക്ക് x അറിയാം, പക്ഷേ y കാണണം. So -y going that side. So what we will get here? We will get 3x. -6 will come this side. So 3x plus 6. And what is the value of x? 4/3. So 3 into 4/3 plus 6 equal to y. Correct അല്ലേ? So 3 and 3 cut ആയി. So 4 plus 6. So 4 plus 6 equal to y. That is 4 plus 6 equal to 10. Correct അല്ലേ? Correct അല്ലേ? Yes. So x 4/3, y 10. So x equal to 4/3 and y is equal to 10. Correct അല്ലേ? Correct. ഇനി നോക്കിയടാ. ഇനി നോക്കിയേ, നമുക്ക് വേണ്ടത് a plus ib ഫോമാ അല്ലേ? z is equal to x plus iy. So what do we have? z is equal to x plus iy. What is x? X we have 4/3 plus I into y. What is I? Y is 10. So 4/3 plus 10i. 4/3 plus 10i. So
ഇവിടെ -10 ആണ്. സോ ഇത് എടുക്കാൻ പറ്റത്തില്ല. വി ഹാവ് ആൻ ഓപ്ഷൻ എ 4/3 + 10a. സിമ്പിൾ അല്ലായിരുന്നോ? ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിയടാ, രണ്ട് ഈക്വാലിറ്റി സൈൻ ഉണ്ട്. സോ വി ഹാവ് an real part and we have an imaginary parts on both sides. We can equate both of them. അല്ലെ, രണ്ട് പാർട്ടും, അതായത് റിയൽ പാർട്ടും ഇക്വേറ്റ് ചെയ്യാം, ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യാം. കാരണം രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. സോ വി ഹാവ് ഹിയർ 3x and we have here 4. So 3x = 4. From here x = 4/3. No doubts. So coming to the imaginary part, 3x - y = -6 and minus y will go that side. y 3x + 6 = y. 3 × x എന്ന് പറയുന്നത് 4/3 ആണ്. So 3 കട്ടായി. 4 + 6 = 10. So 4 + 6 y = 10. So 4/3 and 10. 4/3 + 10i and we have an option A. Okay അല്ലേ? എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയത്. ഈക്വാലിറ്റി ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. സെറ്റ് അല്ലേ? പവർ അല്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം മക്കളെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. The value of i⁻1 + i² + i³ etc. up to i⁻100 + i⁻101 + i⁻102. പെട്ടെന്ന് കണ്ടിട്ട് ഇത് ഇത്ര വലിയതാണ്, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊന്നും പറയരുത്. ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? i⁻1 + i⁻2 + i⁻3 etc. up to i⁻100 + i⁻101 + i⁻102. ഡൗട്ട്സ് ഇല്ലല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് ചെയ്താലോ? ചെയ്യാം. മക്കളെടാ, കഴിഞ്ഞ പാർട്ട് 1 ഞാൻ ചെറിയൊരു റിസൾട്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? യെസ്, എന്തായിരുന്നു ആ റിസൾട്ട് എന്ന് പറയുന്നത്? i⁻4n + i⁻4n + 1 + i⁻4n + 2 + i⁻4n + 3. ഇതിന്റെ വാല്യൂ 0 ആന്ന് ഓർക്കുന്നുണ്ടോ? ഇതിന്റെ വാല്യൂ 0 ആന്ന് പറഞ്ഞത് ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ i⁻4n + i⁻4n + 1 + i⁻4n + 2 + i⁻4n + 3 which is equal to 0. ഇതിന്റെ മീനിങ് എന്താണ്? Any 4 consecutive digits, അല്ലെ, any 4 consecutive powers of I, if we add, we will get the value as 0. 4 എണ്ണം, ഏതെങ്കിലും അടുത്തുള്ള 4 എണ്ണം ആഡ് ചെയ്താൽ ഉറപ്പായിട്ടും അതിന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കിയടാ, i⁻41 + i⁻42 + i⁻43 + i⁻44. What is our value? That is 0. Any 4 consecutive powers of I, അല്ലെ, ഏതെങ്കിലും 4 എണ്ണം ആഡ് ചെയ്താൽ ഉറപ്പായിട്ടും ആൻസർ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ആവശ്യമാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ അല്ലേ? സോ ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ നമ്മുടെ i⁻4 അവിടെ കിടക്കട്ടെ അല്ലേ? മക്കളെടാ, ഇവിടെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ ഉണ്ട്? i⁻100 വരെ ഇല്ലേ? ഫോർ എക്സാമ്പിൾ നോക്കിയടാ, 101, 102 ഉണ്ട്. i⁻1 + i⁻2 + i⁻3 + i⁻4. വാട്ട് ഈസ് അവർ വാല്യൂ? 0. ഡൗട്ട് ഇല്ലല്ലോ? i⁻1 എന്ന് പറഞ്ഞാൽ i ആണ്, i² എന്ന് പറഞ്ഞാൽ -1 ആണ്, i³ -i, i⁻4 1. കേട്ടോ, +1 -1 പോയി, +i -i പോയി. സോ അവർ ആൻസർ ഈസ് 0. ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ ആവശ്യം വന്നു. ആദ്യത്തെ 4 എണ്ണം ആഡ് ചെയ്തപ്പോൾ 0 ആയി. പിന്നെ ബാക്കി 4 എണ്ണം ആരാ? i⁻5, i⁻6, i⁻7, i⁻8. അടുത്ത 4 എണ്ണം ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 0 അല്ലേ? 4. ആദ്യത്തെ 4 എണ്ണം ആഡ് ചെയ്തപ്പോൾ 0. അടുത്ത 4 എണ്ണം, അതായത് 8 എണ്ണം ആയപ്പോൾ 0. അടുത്ത 12 എണ്ണം ആകുമ്പോഴും 0, 16 എണ്ണം ആകുമ്പോഴും 0, 20 എണ്ണം ആകുമ്പോഴും 0, 24 എണ്ണം ആകുമ്പോഴും 0 അല്ലേ? അങ്ങനെ അതെ, മൾട്ടിപ്പിൾസ് ഓഫ് 4 എല്ലാം ആകുമ്പോൾ 0. 40 ആകുമ്പോൾ 0, 80 ആകുമ്പോൾ 0 അല്ലേ? 84 ആകുമ്പോൾ 0, 88 ആകുമ്പോൾ 0, 92 ആകുമ്പോൾ 0, 96 ആകുമ്പോൾ 0, 100 ആകുമ്പോഴും 0 തന്നെ. കേട്ടോ, ആദ്യത്തെ 100 ആകുമ്പോൾ എന്തായി? 0 ആയി. കണ്ടോ, 4 എല്ലാത്തിനെയും നമ്മൾ 4ന്റെ ഒരു ഗ്രൂപ്പ് ആക്കി. 4, 8, 12, 16, 20, 24, 28, 32, 36, 40 അങ്ങനെ പോയി അല്ലേ? 80 ആവും, 84 ആവും, 92 ആവും, 96 ആവും, 100 ആവും. ഇവരെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പം എത്ര തന്നെയാണ്? 0. കാരണം any 4 consecutive numbers if you add, we will get the value as 0. ഓക്കെ അല്ലേ? സോ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 0 കിട്ടിയില്ലേ? 0. ഡൗട്ട് ഇല്ല. ഇനി ബാക്കിയുള്ള 2 പേരാ. സോ i⁻100 വരെ ആയപ്പോൾ എത്രയായി? 0. ബാക്കിയുള്ളത് ആരാ? ബാക്കിയുള്ളത് i⁻101. സോ i⁻101 i⁻102 അല്ലേ? ഈ രണ്ടെണ്ണത്തിന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ അല്ലേ? സോ i⁻101 എങ്ങനെയാണ് മക്കളെ കാണുന്നത്? i⁻101. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് ചോദിച്ചാലും 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 10ൽ 4 2 ടൈംസ് ആണ്, 8 ആണ്,
21. കുഴപ്പമില്ലല്ലോ. 5 4s are 20. സോ റിമൈനിങ് 1. റിമൈനിങ് 1. റിമൈൻഡർ 1 ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു. റിമൈൻഡർ 0 ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. റിമൈൻഡർ 1 ആണെങ്കിൽ വാല്യൂ എത്രയായിരിക്കും? I ആയിരിക്കും. ഡൗട്ടില്ലല്ലോ. റിമൈൻഡർ 2 ആണെങ്കിൽ -1 ആയിരിക്കും. റിമൈൻഡർ 3 ആണെങ്കിൽ -I. So I raised to 101. When we divided with 4, we will get the remainder as 1. Now we have I raised to 102. So 102നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 2 times ആണ് 8. 2 22. 4 5s are 20. Remainder 2. So remainder 2 ആണെങ്കിൽ -1 ആണ്. So I plus -1. I plus -1. So plus minus വന്നാൽ മൈനസ് ആണ്. So I -1 is our answer. ഓപ്ഷൻ ഇല്ലേ? യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ I -1 is our ആൻസർ. ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. 4ന്റെ ക്ലബ് ആക്കുക. അപ്പോൾ 4ന്റെ ക്ലബ് ആക്കുമ്പോൾ 100 വരെ ആകുമ്പോൾ 4 ആവും അല്ലെ. 4ന്റെ മൾട്ടിപ്പിൾ ആവും. ലാസ്റ്റ് 101ഉം 102ഉം. സോ ആൻസർ ഈസ് I and -1. സോ I plus -1. സോ അവർ ആൻസർ ഈസ് I -1. സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിമ്പിൾ ആണ്. ഇത്ര എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ മക്കളെ. സോ അവർ തേർഡ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ വാല്യൂ ഓഫ് റൂട്ട് ഓഫ് -25 പ്ലസ് 3 റൂട്ട് -4 പ്ലസ് 2 റൂട്ട് -9. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് റൂട്ട് ഓഫ് -25. ഞാൻ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടിയാണ് അല്ലേ. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 25ന്റെ റൂട്ട് എന്ന് പറയുന്നത് 5 ആ. പക്ഷേ റൂട്ടിനകത്തൊരു മൈനസ് കയറി വന്നാൽ അതെന്തായി മാറും? I ആയിട്ട് മാറും. സോ 5I. ഡൗട്ടില്ലല്ലോ. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. പാർട്ട് 1 നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ റൂട്ട് ഓഫ് -25 ദാറ്റ് ഈസ് 5I പ്ലസ് 3 ഇൻറ്റു റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആ. സോ റൂട്ട് ഓഫ് -4 എന്ന് പറയുന്നത് 2 മാത്രമല്ല 2I. സോ 2 ഇൻറ്റു റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 3 ആ. 3 സ്ക്വയർ ആണ് 9. സോ റൂട്ട് ഓഫ് -9 എന്ന് പറയുന്നത് 3I ആ. ഇത് സോൾവ് ചെയ്താൽ ആൻസർ ആയില്ലേ? സോ 5I പ്ലസ് 3 ഇൻറ്റു 2 6I. 2 into 3 6I. So 6I plus 6I 12I. 12I plus 5I 17I. So our answer is D. Option D ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാം എന്നാണ് എൻ്റെ വിശ്വാസം. കറക്റ്റ് അല്ലേ? യെസ്. റൂട്ട് ഓഫ് -25 5I. റൂട്ട് ഓഫ് -4 2I. റൂട്ട് ഓഫ് -9 3I. 6I 5I. ദാറ്റ് ഈസ് റൂട്ട് 17I. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ ഡി കഴിഞ്ഞു. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ. നമ്മൾക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ലീസ്റ്റ് വാല്യൂ ഓഫ് n for which 1 plus I divided by 1 minus I. So 1 plus I divided by 1 minus I raised to n is real. എന്താണ് മക്കളെ റിയൽ എന്ന് പറഞ്ഞാൽ? റിയൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് 0 ആയിരിക്കണം? ഇമാജിനറി പാർട്ട് ഓഫ് Z എന്തായിരിക്കണം? 0 ആയിരിക്കും. ഡൗട്ടില്ലല്ലോ. റിയൽ ആന്ന് പറയുന്നുണ്ട്. റിയൽ ആണെങ്കിൽ അവിടെ ഇമാജിനറി പാർട്ട് ഉണ്ടാവരുത്. ഇമാജിനറി പാർട്ട് എന്താവണം? 0 ആവണം. അങ്ങനെ ആവുന്ന ഏത് n വാല്യൂ ആണ്? സ്മോളസ്റ്റ് n വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ കുറച്ച് പേർക്കൊക്കെ ക്വസ്റ്റ്യൻ കത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒന്നും ക്വസ്റ്റ്യൻ കത്തിയിട്ടില്ല. അതായത് ഈ പറയുന്ന ഒരു എന്താണ് ഫംഗ്ഷൻ അല്ലെ. ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ. ഒരു എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷൻ റൈസ് ടു n കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ റിയൽ ആവണം. റിയൽ ആണെന്ന് പറഞ്ഞാൽ എന്താ? ഇമാജിനറി പാർട്ട് ഉണ്ടാവരുത്. ഇമാജിനറി പാർട്ട് ഉണ്ടാവാതെ റിയൽ വാല്യൂ ആവണം. സോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് n എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം മക്കളെടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയുന്നതാണ് റിമൈൻഡർ. അതായത് ഡിനോമിനേറ്ററിൽ എന്ത് വരരുത്? I വരരുത്. I വന്നാൽ അതിന്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിൽ I വന്നാൽ അതിന്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1 minus I ആണ്. I വന്നിട്ടുണ്ട്. അതിനെ ബാലൻസ് ചെയ്യാൻ അതിന്റെ കോൺജുഗേറ്റ് ആയിട്ടുള്ള 1 plus I അല്ലെ. മൈനസ് ഐയുടെ കോൺജുഗേറ്റ് നമുക്കറിയാം പ്ലസ് ചെയ്യാം. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആയി 1 plus I into 1 plus I. ഏതാണ്? 1 plus I into 1 plus I. 1 into 1 അല്ലെ. 1 into 1 1 ആണ്. 1 into I ആണ്. I into 1 I ആണ്. I into 1 I square. I square എത്രയാണെന്ന് നമുക്കറിയാം? -1. സോ -1. നോ ഡൗട്ട്സ്. താഴെ ആരാണ്? 1 minus I into 1 plus I. നമ്മൾ ഓൾറെഡി പഠിച്ചു. A plus IB into A minus IB എന്ന് പറഞ്ഞാൽ എത്രയാടാ? A square plus B square. ഡൗട്ട് ഇല്ല. സോ 1 minus I into 1 plus I എന്ന് പറഞ്ഞാൽ A square plus B square. A square എന്ന് പറഞ്ഞാൽ 1 square ആണ്. സോ 1 square plus B square എന്ന് പറയുന്നത് I square അല്ല 1 square. കാരണം കോഎഫിഷ്യന്റ് എടുത്താൽ മതി. മൈനസ് ഇടരുത്, പ്ലസ് ആ. സോ ഐയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ 1 square 1 ആണ്. 1 square 1 ആണ്. സോ 1 plus 1 2 ആണ് അവർ ആൻസർ. സോ ആൻസർ ഈസ് 2. നോക്കാം. സോ ഇവിടെ 2 ഡൗട്ട് ഇല്ലല്ലോ. റേസ് ടു n. ഡൗട്ട് ഇല്ലല്ലോ. നമ്മൾ ചെയ്തത് എന്താ? കോൺജുഗേറ്റ് എടുത്ത് താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു. താഴെ I വന്നുകൊണ്ട് സോ 1 plus I divided by 1 plus I
1 into 1 1 ആണ്, 1 into I ആണ്, I into 1 I ആണ്, I into I square, that is minus 1. So divided by denominator 1 minus I into 1 plus I, 1 square plus 1 square, that is 2. ഇവിടെ നോക്കിയാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കട്ടായി പോവും അല്ലേ, പ്ലസ് 1ഉം മൈനസ് 1ഉം പോവും, കറക്റ്റ് അല്ലേ, കറക്റ്റാണ്. ആൻഡ് I plus I 2I ആണ്, 2I by 2 എന്ന് വരും, എത്ര വരും 2I by 2, കറക്റ്റ് അല്ലേ. സോ 1 plus I plus I 2I ആണ്, 2I by 2 raised to n. സോ 2ഉം 2ഉം കട്ടായി, ബാക്കി എന്താണ് I raised to n. I raised to n എവിടെയാണ് റിലേ ആവുന്നത്, റിലേ ആവുന്നല്ല റിയൽ ആവുന്നത്. I raised to 1 എന്ന് പറഞ്ഞാൽ I അത് ഇമാജിനറിയാ, റിയൽ ആവത്തില്ല. I raised to 2 എന്ന് പറയുന്നത് -1 അതൊരു റിയൽ അല്ലേ, അവിടെ ഇമാജിനറി ഉണ്ടോ, ഇല്ല. സോ എന്നിന്റെ വാല്യൂ എത്ര കൊടുക്കുക 2, ലീസ്റ്റ് വാല്യൂ കേട്ടോ. സോ I raised to 2 എത്രയാ -1. -1നെ നമുക്ക് -1 plus 0 ആയി എഴുതാലോ. സോ 0 ഇമാജിനറി പാർട്ട് 0 ആണ്. സോ മിനിമം വാല്യൂ ഓഫ് n ആണ് ചോദിച്ചിട്ടുള്ളത്. അവർ ആൻസർ ഈസ് n is equal to 2. ഓപ്ഷൻ ബി. ബി എന്ന് പറഞ്ഞാൽ ആരെ ഓർക്കണം, ബ്രില്യൻറ്റ്. ആരായിരിക്കണം, ബ്രില്യൻറ്റ്. ഓക്കെ, സോ അല്ലേ, സെറ്റ് അല്ലേ, ഓക്കെ. സോ അവർ ആൻസർ ഈസ് 2. 2I by 2 വരും, അത് I ആണ്. I raised to n ആണ്. I raised to n എന്ന് പറയുമ്പോൾ I raised to 1 I സ്ക്വയർ ആണ് -1. മിനിമം വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ n is equal to 2 -1. ഓക്കെ അല്ലേ, ഓക്കെ. മക്കളെടാ ഇവിടുത്തെ പഠിക്കുന്ന വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇത് ഈ ഒരു എക്സ്പ്രഷൻ കണ്ടോ, 1 plus I divided by 1 minus I. ഇതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. എത്രയായിരിക്കും, I ആയിരിക്കും. 1 plus I divided by 1 minus I എന്താ, I. ഇതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും, കുറേ സ്ഥലങ്ങളിൽ ആവശ്യം വരുന്നുണ്ട്. ഡൗട്ടില്ലല്ലോ, ഡൗട്ടില്ല. ഓക്കെ മക്കളെടാ വേറെ റിസൾട്ട് കൂടെ പറയാം. ഇതിന്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 1 minus I divided by 1 plus I. തിരിച്ചിട്ടാൽ ആൻസർ I അല്ല -I ആയിരിക്കും കേട്ടോ. 1 plus I by 1 minus I ആണ്. 1 minus I by 1 plus I എന്താ, അതിന്റെ റെസിപ്രോക്കൽ ആണ്. സോ -I. ഓക്കെ അല്ലേ, ഓക്കെ. സോ ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഇതിൻ്റെ അകത്തുനിന്ന് പഠിക്കുന്നുണ്ട്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ വായിക്കാം. ദ വാല്യൂ ഓഫ് I raised to 4n plus 1 minus I raised to 4n minus 1 divided by 2. കേട്ടോ, ഇതിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളെ ഓൾറെഡി പഠിപ്പിച്ചു. I raised to 4n എന്ന് പറഞ്ഞാൽ 1 ആണ്. I raised to 4n plus 1 എന്ന് പറഞ്ഞാൽ I ആണ്. I raised to 4n plus 2 എന്ന് പറയുന്നത് എത്രയായിരുന്നു, I raised to 4n plus 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. I raised to 4n plus 3 എന്ന് പറയുന്നത് -I ആണ്. ഇതെല്ലാം ഞാൻ ഓൾറെഡി പഠിപ്പിച്ച കേട്ടോ. I raised to 4n plus 1, I raised to 4n plus 1 എത്രയാടാ, I അല്ലേ, അത് I മൈനസ് I raised to 4n minus 1 അത് പഠിപ്പിച്ചിട്ടില്ലല്ലോ. അത് പഠിപ്പിക്കാനൊന്നുമില്ല, റിവേഴ്സാ തിരിയും. ഇത് ഇവിടെ വരും, -I എന്ന് വരും. കാണിച്ചു തരാം, ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. മക്കളെടാ ഇങ്ങോട്ട് നോക്കി. I raised to 4n plus 1. എന്നിന് 1 ഇട്ട് കൊടുത്തടാ. എന്നിന് 1 ഇടുമ്പോൾ എന്നാ സംഭവിക്കും, പുട്ട് എന്താ n is equal to 1. I raised to 4 into 1 plus 1 അല്ലെ, 4 into 1 4 ആണ്. I raised to 5 എന്ന് കിട്ടും അല്ലെ. 4 into 1 4 ആണ്, 4 plus 1 5 ആണ്. I raised to 5 നമുക്കറിയാം, I raised to 4 വരെ 0 ആയാ അല്ലെ, I raised to 4 വരെ 1 ആ, അത് കഴിഞ്ഞിട്ട് വീണ്ടും റിപ്പീറ്റ് അടിക്കുക അല്ലെ. I raised to 5 I ആണ് നമുക്കറിയാം, ഡൗട്ട് ഇല്ലല്ലോ. ഇനി നോക്കിയാടാ, I raised to 4n minus 1 ഉണ്ട്. അപ്പൊ വീണ്ടും എന്നിന് 1 ഇടുമ്പോൾ എന്ത് സംഭവിക്കും, I raised to 4 into 1 minus 1. I raised to 4 minus 1. I raised to 3 ആണ്. I raised to 3. I raised to 3 നമുക്കറിയാം. I raised to 1 എന്ന് പറഞ്ഞാൽ I സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആ. I ക്യൂബ് എന്ന് പറയുന്നത് എത്രയാ, -I. I raised to 4 എത്രയാ, 1. സോ I ക്യൂബ് ഈസ് ഇക്വൽ ടു -I. I ക്യൂബ് ഈസ് ഇക്വൽ ടു -I. സോ ഇവിടെ എന്ത് വരും, I raised to 3 എന്ന് പറഞ്ഞാൽ -I. ഇല്ല ഇല്ലേ. സോ I raised to 4n plus 1 I ആണ്, മൈനസ് I raised to 4n minus 1 എന്ന് പറയുന്നത് എന്താ, -I. സോ ഇവിടെ ഒന്ന് ഇട്ട് കൊടുക്കാം, I raised to 4n plus 1 I ആണ്, മൈനസ് I raised to 4n minus 1 എന്ന് പറയുന്നത് -I ആണ്, ഡിവൈഡഡ് ബൈ 2. സോ I minus I, മൈനസ് മൈനസും പ്ലസ് ആണ്. സോ I plus I by 2. I plus I എത്രയാണ് മക്കളെ, 2I ആണ്. സോ 2I by 2, 2 2 ക്യാൻസൽ ആയി, I തന്നെ വരും. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഡൗട്ട് ഇല്ലല്ലോ. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. സിമ്പിൾ ആണ്. I raised to 4n plus 1 നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, I ആണ്. മൈനസ് I raised to 4n minus 1 നമ്മളിപ്പോൾ പഠിച്ചു, അത് എത്രയാണ്, -I ആണ്. സോ I minus I plus I 2I divided by 2. സോ 2I by 2, 2 2 ക്യാൻസൽ ആയി, I കിട്ടും. സോ അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ. കറക്റ്റ് അല്ലേ, സെറ്റ് അല്ലേ, പവർ അല്ലേ. ഓക്കെ, സോ 5ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മക്കളേടാ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോൺജുഗേറ്റ് ഓഫ് ഏതാ 3 plus 2I divided by 2 minus I. ഇതിന്റെ കോൺജുഗേറ്റ്, ലെറ്റ്സ് സേ ദിസ് കോംപ്ലക്സ് നമ്പർ ആസ് Z. സോ Z ഈസ് ഈക്വൽ ടു 3 plus 2I divided by 2 minus I. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ അല്ല, അതിന്റെ കോൺജുഗേറ്റ് Z ബാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ ഇത് ഒരു കാര്യം മനസ്സിലാക്കാം, ഡിനോമിനേറ്ററിൽ എന്ത് വന്നു,
ഐ വന്നു, സോ ഐ വരരുത്, കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇസഡ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടടാ 3 + 2i ഡിവൈഡഡ് ബൈ 2 - i മൾട്ടിപ്ലൈഡ് ബൈ 2 + i. എത്രയാണ് 2 + i വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വാട്ട് വി വിൽ ഗെറ്റ് 3 × 2 6 ആണ്, 3 × i 3i ആണ്, 2i × 2 4i ആണ്, 2i × i 2i² അല്ലേ, i × i i² സോ 2i², 2i × i അല്ലെ, 2i × i i². i² വാല്യൂ നമുക്കറിയാം -1 ആണ്. സോ 2 × -1 എത്ര കിട്ടി മക്കളെ -2. സോ 2i² ദാറ്റ് ഈസ് -2. ഡൗട്ട് ഉണ്ടോ? ഇല്ല കേട്ടോ. 3 × 2 6 ആണ്, 3 × i 3i, 2i × 2 4i, 2i × i 2i², 2 × -1 ദാറ്റ് ഈസ് -2 ഡിവൈഡഡ് ബൈ താഴെ ആരുണ്ടാ, താഴെ ആരുണ്ട്, താഴെ എന്ന് പറയുന്നത് 2 - i × 2 + i ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 2 - i × 2 + i, a + ib × a - ib നമുക്കറിയാം a² + b². സോ 2² + b² ആരാ 1² അല്ലേ. ഇതൊക്കെ പഠിച്ചാണേ നമ്മൾ തിയറി. സോ 4 + 1 5 ആണ്. സോ ഇവിടെ എത്ര കിട്ടി 5. ഡൗട്ട് ഇല്ലല്ലോ. സോ ഇത് മനസ്സിലായല്ലോ. കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. സോ 2 + i × 2 + i, 3 × 2 6, 3 × i 3i, 2i × 2 4i, 2i × i 2i² that is -2 ഡിവൈഡഡ് ബൈ a² + b², 4 + 1² 5 ആണ്. കുഴപ്പമില്ലല്ലോ. സോ സോൾവ് ചെയ്യാം. 6 + -2 6 - 2 4 ആണ്, 3i + 4i 7i ആണ് ഡിവൈഡഡ് ബൈ 5. സോ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡഡ് ബൈ 5 കൊടുത്തു. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്. 4/5 + 7/5 i. ഇതിങ്ങനെ ഇടും, ഓപ്ഷൻ തെറ്റിക്കും, അതല്ല ആൻസർ കേട്ടോ മക്കളെ. എന്താ മക്കളെ കാര്യം എന്താ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന സിംപ്ലിഫൈ ചെയ്യാനല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ കോൺജുഗേറ്റ് കാണാനാ, അല്ലാതെ ഇതല്ല കേട്ടോ ആൻസർ. ഇത് നമ്മുടെ ആരാ ഇസഡാ കേട്ടോ. 6 - 2 4, 3i + 4i 7i കുഴപ്പമില്ലല്ലോ. ഇനി ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്താടാ, പ്ലസ് മാറ്റി മൈനസ് ആക്കുക ഐയുടെ. സോ 4 + 7 അല്ല -7i/5. സോ 4/5 -7/5 i കുഴപ്പമില്ലല്ലോ. സോ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? 4/5 -7/5 i ഇല്ലേ? യെസ്, ഓപ്ഷൻ വീണ്ടും ഏ തന്നെ, കുഴപ്പമില്ലല്ലോ. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് സോൾവ് ചെയ്യുക. 4 + 7i ഡിവൈഡഡ് ബൈ 2² + 1², 4 + 1 5 കുഴപ്പമില്ലല്ലോ. സിമ്പിൾ. ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കാൻ മറക്കരുത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കോൺജുഗേറ്റ് എന്നായിരുന്നു. സോ 4 - 7i/5. സോ വി വിൽ ഗോ ടു ദ 7th ക്വസ്റ്റ്യൻ. സോ അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ കോൺജുഗേറ്റ് ആൻഡ് മോഡുലസ് ഓഫ്. കോൺജുഗേറ്റും മോഡുലസും കാണണം. ഇസഡ് ഈസ് ഈക്വൽ ടു 5 - 3i. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സോ നോക്കിക്കടാ, ഇസഡ് ഈസ് ഈക്വൽ ടു 5 - 3i ആണ്. ഇതിന്റെ എന്ത് കാണാനാണ്? കോൺജുഗേറ്റ് ആൻഡ് മോഡുലസ്. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇസഡ് ബാർ ആണ്, മൈനസ് മാറ്റി എന്താക്കുക, സൈൻ മാറ്റി പ്ലസ് ആക്കുക. സോ 5 + 3i, 5 + 3i കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, ഇച്ചിരി 3 എന്നൊക്കെ മര്യാദയ്ക്ക് എഴുതാം അല്ലേ. ഓക്കെ. സോ 5 - 3i ആണ് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ, മൈനസ് മാറ്റി പ്ലസ് ആക്കുക, പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക. സോ 5 - 3i മാറ്റി 5 + 3i ആക്കി കോൺജുഗേറ്റ് ആകുമ്പോൾ റിയൽ പാർട്ടിന് മാറ്റമില്ല. നൗ ദേ ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ മോഡുലസ്. കേട്ടോ, ഇത് കളയാം, കാരണം ഇവിടെ -5 ഇവിടെ -5. സോ സിയോ അല്ല ഡിയോ അല്ല, എയോ ബിയോ ആണ് ആൻസർ. നൗ നെക്സ്റ്റ് മോഡുലസ്. മോഡുലസ് ഓഫ് ഇസഡ് നമുക്കറിയാം, റൂട്ട് ഓഫ് ഇട്ടിട്ട് a² + b². റൂട്ട് ഓഫ് ഇട്ടിട്ട് a² + b². സോ റൂട്ട് ഓഫ് a² എന്ന് പറഞ്ഞാൽ 5² ആണ്, b² എന്ന് പറഞ്ഞാൽ 3² ആണ്. 5² എന്ന് പറഞ്ഞാൽ 25 ആണ്, 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. സോ 25 + 9 √34. സോ ആൻസർ ഈസ് ബി. ആൻസർ ഏതാണ്? ബി ആണ്. ഡൗട്ട് ഇല്ലല്ലോ. 5 - 3i ആണെങ്കിൽ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് മാറ്റി എന്താക്കുക, പ്ലസ് ആക്കുക. സോ 5 + 3i ആൻഡ് ദ മോഡുലസ് ഈസ് റൂട്ട് ഓഫ് a² + b², റൂട്ട് ഓഫ് 5² + 3², 25 + 9 √34. ഡൗട്ട് ഇല്ലല്ലോ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്. നമുക്കിനി 8th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം മക്കളെടാ. അടുത്തത് 8th ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 1 + i divided by 1 - i raised to n is equal to 1, then the least value of n. സോ ക്വസ്റ്റ്യൻ പറയുന്നത് 1 + i divided by 1 - i raised to n is equal to 1. അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് വാല്യൂ ഓർക്കുന്നുണ്ടോ? ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്താ ഏതാ? നമ്മുടെ 4th ക്വസ്റ്റ്യനിൽ ഇതേ സാധനം തന്നെ റിപ്പീറ്റഡ് ആണ് കേട്ടോ. 1 + i divided by 1 - i. ഞാൻ അതിനെ സിംപ്ലിഫൈ ചെയ്ത് i എന്ന് പറഞ്ഞ് ഷോർട്ട് ആക്കി. സോ നമുക്ക് അത് തന്നെ ഇവിടെ യൂസ് ചെയ്യാം. സോ എത്രാമത്തെയാ? ഓക്കെ, 8th ക്വസ്റ്റ്യൻ. 1 + i divided by 1 - i raised to n equal to 1. The least value of n. സോ നമുക്കിത് ഓൾറെഡി അറിയാം, i ആണ്. സോ i raised to n should be equal to 1. മക്കളുടെ നേരത്തെ ചോദ്യത്തിൽ ഇൻറ്റിജർ ആവുന്ന മിനിമം വാല്യൂ ഓഫ് n, പക്ഷെ ഇവിടെ ഇൻറ്റിജർ ആവുന്നല്ല, ഇവിടെ 1 ആവുന്ന മിനിമം വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം i raised to 1 എന്ന് പറഞ്ഞാൽ i അല്ലടാ, i raised to 2 എന്ന് പറഞ്ഞാൽ -1 അല്ലേ.
I raised to 3 എന്ന് പറഞ്ഞാൽ മൈനസ് ഐ അല്ലേ, I raised to 4 എന്ന് പറഞ്ഞാൽ 1 ആ. സോ ആദ്യമായി 1 തരുന്നത് ആരാ? 4 ആണ്. സോ I raised to 4 ആണ് ആര്? 1. സോ അവർ ആൻസർ n is equal to എത്രയാണ്? 4 ആണ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ആണോ? I raised to ഏത് വാല്യൂനാണ് 1 വരുന്നത്? I raised to 4 ആണ് 1 വരുന്നത്. സോ n is equal to 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ഈസ് 9th ക്വസ്റ്റ്യൻ. നോക്കിക്കടാ മക്കളെ, 9th ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യാനാണ്. Z is equal to 1 plus 2i divided by ബ്രാക്കറ്റിനുള്ളിൽ 1 minus I the whole square. ഡൗട്ടില്ലല്ലോ? ഡൗട്ടില്ല. ഇത് സിംപ്ലിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെടാ ബോഡ്മാസ് റൂൾ അനുസരിച്ച് ഏറ്റവും ഇന്നർ മോസ്റ്റ് ബ്രാക്കറ്റ് ആണ് ആദ്യം സോൾവ് ചെയ്യേണ്ടത്. അതായത് 1 minus I the whole square. നമുക്കതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. 1 minus I the whole square. A minus B the whole square അല്ലേ? A minus B the whole square. നമുക്കറിയാം ഫോർമുല A square minus 2AB plus B square. ഡൗട്ടില്ലല്ലോ? സോ A square that is 1 square minus 2AB 2 into 1 into I plus B square that is I square. ഡൗട്ടില്ലല്ലോ? A square എന്ന് പറഞ്ഞാൽ 1 square ആണ്, minus 2AB 2 into 1 into I 2I plus B square I square. So what is 1 square? 1 ആണ്, minus 2 into 1 into I 2I plus I square. I square ന്റെ വാല്യൂ -1. പ്ലസ് 1 minus 1 പോയി ബാക്കി minus 2I. പ്ലസ് 1 minus 1 പോയി ബാക്കി minus 2I. ആൻസർ ആയിട്ടില്ല. അത് ഈ ഒരു പോർഷൻ മാത്രമാണ് minus 2I. സോ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. Z is equal to 1 plus 2I divided by 1 minus I the whole square. minus 2I ആണ്. സോ minus 2I. കണ്ടോ? 1 minus I the whole square എന്ന് പറഞ്ഞാൽ minus 2I ആണ്. സോ ഇവിടെ പുട്ട് ചെയ്യാം അല്ലേ? minus 2I. ഓക്കെ. സോ ഇത് സോൾവ് ചെയ്യാം മക്കളെടാ. നോക്കിയടാ, Z is equal to ഇവിടെ ന്യൂമറേറ്ററിൽ 1 plus 2I ആണ് divided by 1 മൈനസും പ്ലസ് ആണ്. സോ 1 plus 2I divided by 1 plus 2I. ആൻസർ ഈസ് 1. എന്തുകൊണ്ടാ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം അല്ലേ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിട്ട് വന്നാൽ ഉറപ്പായിട്ടും ആൻസർ എത്രയാണ്? 1 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. സോ കുഴപ്പമില്ലല്ലോ. ആദ്യമേ 1 minus I the whole square ചെയ്തു. A square minus 2AB plus B square. So 1 square minus 2 into 1 into I 2I plus B square I square minus 1 plus 1 and minus 1 will go and remaining minus 2I. So 1 minus 2I 1 plus 2I 1 plus 2I by 1 plus 2I 1. Okay അല്ലേ? So answer is 1. Option B. Brilliant അല്ലേ? Okay. അടുത്ത 10th question. Write Z is equal to 1 by 5 plus 2I by 5 minus 4 plus 5I by 2. സിംപ്ലിഫൈ ചെയ്യാനാണ് ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ലേ? Z is equal to ഇതെല്ലാം നമ്മുടെ NCERT-ലുള്ള കേട്ടോ, +1 1 by 5 plus 2I by 5. കറക്റ്റ് അല്ലേ? 2 കറക്റ്റ് ആക്കി. 2I by 5 minus of 4 minus of plus 5I by 2 മൈനസ് അല്ലേ? minus 5I by 2. ഡൗട്ട് ഉണ്ടോ? ആദ്യമേ ഫസ്റ്റ് പാർട്ട് എഴുതി 1 by 5 plus 2I by 5 minus of 4 minus of plus 5I by 2 minus 5 by 2. ഇനി ഇത്രേ ഉള്ളൂ. റിയൽ പാർട്ട് സെയിം ആക്കുക അല്ലേ? റിയൽ പാർട്ട് ഒരുമിച്ച് ആക്കുക, ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ആക്കുക. സോ ഇത് Z is equal to റിയൽ പാർട്ട് ആരാടാ? 1 by 5 ഉണ്ട്, -4. ഇവിടെയോ 2I by 5 ഉണ്ട്, ഇപ്പുറത്തോ -5I by 2. ആണോ? റിയൽ പാർട്ട് ഒരുമിച്ചാക്കി, I ഇല്ലാത്ത പാർട്ട് ഒരുമിച്ച്, I ഉള്ള പാർട്ട് സെപ്പറേറ്റ്. ഓക്കെ അല്ലേ? ഇത് സോൾവ് ചെയ്യാൻ നമുക്കറിയാം LCM അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 1 into 1 1 minus 5 into 4 20 divided by 5 into 1 5. ഓക്കെ അല്ലേ? സോ പ്ലസ് 2I into 2 4I ആണ്, minus 5 into 5 25I ആണ്, ഡിവൈഡഡ് ബൈ 5 into 2 10 ആണ്. ഡൗട്ട് ഉണ്ടോ? ഡൗട്ടില്ല, പറഞ്ഞടാ. 1 into 1 1 minus 5 into 4 20 divided by 5. 2I into 2 4I minus 5 into 5 25I divided by 5 into 2 10. So 1 minus 20 എന്ന് പറഞ്ഞാൽ -19 by 5 and 4I minus 25I minus 21I by 10. ഓക്കെ അല്ലേ? കേട്ടോ, 4ൽ നിന്ന് 25 കുറച്ചത്, 25 നിന്ന് 4 കുറച്ചാൽ 21. സോ ഈ 4ൽ നിന്ന് 25 കുറച്ചാൽ -21I by 10. ഓപ്ഷൻ ഉണ്ടോ? -19 by 5 -21I by 10 ഇല്ലേ? -19 by 5 നൺ ഓഫ് ദീസ് കുഴപ്പമുണ്ടല്ലേ? സോ ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലേ? നൺ ഓഫ് ദീസ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. 1 by 5 plus 2I by 5 minus of 4 minus of 5I by 2 minus 5I by 2. നോക്കാം. 1 minus 4 ഉണ്ട് അല്ലേ? 1 by 5 minus 4, 2I by 5 minus 5I by 2 ആണോ? 5 into 2. So 2 into 2 4I minus 5 into 5 25I by 10. So 21I അല്ലേ? -21I by 10. കുഴപ്പമില്ല, റിയൽ പാർട്ടും കുഴപ്പമില്ല. 1 minus 20 by 5
minus 19/5. So minus 19/5 minus 21i/10. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അതാ കേട്ടോ. ഏതാ? minus 19/5 minus 21i/10. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? ഓക്കെ, സോ കുഴപ്പമില്ലല്ലോ. സോ നമ്മുടെ 10 ക്വസ്റ്റ്യൻസും കഴിയും. മക്കളെടാ, കോംപ്ലക്സ് നമ്പേഴ്സ് മാർക്ക് ചെയ്യുന്നതും കൂടെ ചെറുതായിട്ടൊന്ന് പഠിപ്പിക്കാം കേട്ടോ. നോക്കിയേ, കോംപ്ലക്സ് നമ്പേഴ്സ് മാർക്ക് ചെയ്യുന്നത് അത് സത്യം പറഞ്ഞാൽ 11th അത്ര ആവശ്യമില്ല, കോമ്പറ്റേറ്റീവ് എക്സാംസിന് ആവശ്യമുണ്ട്. നോക്കിയടാ, ഈ കോംപ്ലക്സ് നമ്പേഴ്സ് മാർക്ക് ചെയ്യുന്നത് നോർമൽ റിയൽ നമ്പർ പ്ലെയിനിലല്ല, അത് നിങ്ങൾക്കറിയാം. റിയൽ നമ്പറിലല്ല, അവിടെ മാർക്ക് ചെയ്യുന്ന പ്ലെയിനെ വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് പ്ലെയിൻ. എന്ന് വിളിക്കും? കോംപ്ലക്സ് പ്ലെയിൻ. അല്ലെങ്കിൽ വിളിക്കുന്ന വേറെ പേരാണ് ആർഗന്റ് പ്ലെയിൻ. എന്ന് വിളിക്കും? ആർഗന്റ് പ്ലെയിൻ. ഓക്കെ അല്ലേ? ആർഗന്റ് പ്ലെയിൻ. നമുക്കതൊന്ന് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. നോക്കിയേ, ഇവിടെ ഞാൻ ആദ്യമേ നോക്കാം. രണ്ട് ആക്സസുകൾ വരച്ചു ആണോ? നമുക്കറിയാം ഇതെന്തായിരിക്കും എക്സ് ആക്സിസ്, ഇതെന്തായിരിക്കും വൈ ആക്സിസ്. തീർച്ചയായും അത് തെറ്റാണ്. ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും അല്ല പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ വിളിക്കുന്ന പേരാണിത് റിയൽ ആക്സിസ് ആൻഡ് ഇമാജിനറി ആക്സിസ്. സോ ദിസ് ഈസ് റിയൽ ആക്സിസ് ആൻഡ് ഇതാണ് പോസിറ്റീവ് റിയൽ ആക്സിസ്. അപ്പൊ ഇതെന്തായിരിക്കും? നെഗറ്റീവ് റിയൽ ആക്സിസ്. അറിയാലോ, ഇതാണ് ഇമാജിനറി ആക്സിസ്. ഇതാണെന്ത്? ഇമാജിനറി ആക്സിസ്. സോ വി ഹാവ് റിയൽ ആൻഡ് ഇമാജിനറി ആക്സിസ്. റിയൽ ആക്സിസും ഉണ്ട്, ഇമാജിനറി ആക്സിസും ഉണ്ട്. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്ക് ചെയ്യാം. മക്കളേടാ, അവിടെ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ നടുക്കാരാ 0, ഇവിടെ ആരാ 1, പുറത്താരാ 2, 3, 4, അറിയാലോ 5, 6, 7, 8, 9, 10. പോസിറ്റീവ്, എല്ലാം പോസിറ്റീവ്. റിയൽ ആക്സിസ് എല്ലാം പോസിറ്റീവ്, റിയൽ നമ്പേഴ്സ്. സോ ഹിയർ -1, -2 നെഗറ്റീവ് അല്ലേ, -3, -4, -5, -6. കുഴപ്പമില്ല. സോ റിയൽ ആക്സിസ് നോർമൽ പോലെ +1 2 3 4 ഇങ്ങോട്ട് പോകുമ്പോൾ കൂടുന്നു, റൈറ്റിലേക്ക് പോകുമ്പോൾ കൂടുന്നു, ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ കുറയുന്നു. സോ ഇതേപോലെ തന്നെ വൈ ആക്സിസ് അല്ലെങ്കിൽ ഇമാജിനറി ആക്സിസ് ഉണ്ട്. ഇവിടെ പക്ഷെ നമ്മൾ 1 2 3 അല്ല, i, ഇവിടെ 2i, 3i ആണോ, 4i, 5i, 6i ആണോ. ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആൻഡ് കമ്മിങ് ടു ദ നെഗറ്റീവ് ഇമാജിനറി ആക്സിസ് വി ഹാവ് -i, -2i, -3i ആണോ, -4i, -5i. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല കേട്ടോ. സോ പോസിറ്റീവ് റിയൽ ആക്സിസ്, പോസിറ്റീവ് ഇമാജിനറി ആക്സിസ്, നെഗറ്റീവ് റിയൽ ആക്സിസ് ആൻഡ് നെഗറ്റീവ് ഇമാജിനറി ആക്സിസ്. സോ കണ്ടോ, ഇതും 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ഇവിടെ ഒരു കോർഡിനേറ്റ് എടുക്കുവാണെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. രണ്ടും എന്തായിരിക്കും? ആദ്യത്തവും പോസിറ്റീവ്, രണ്ടാമത്തവും പോസിറ്റീവ്. ഇവിടെയോ ഫോർ എക്സാമ്പിൾ കണ്ടോ 2 + 3 കണ്ടോ, 2 + 3 രണ്ടും പോസിറ്റീവ് അല്ലേ? അതായത് x2ഉം y എത്രയാ 3 കണ്ടോ. x2 റിയൽ ആക്സിസ്, 2 ഇമാജിനറി ആക്സിസ് എത്രയാ 3. സോ 3i. നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. 2 + 3. ഇനി നോക്കിയേ, കമ്മിങ് ടു ദ സെക്കൻഡ് ക്വാഡ്രന്റ്, രണ്ടാമത്തിലേക്ക് വരുമ്പം ഇവിടെ എക്സ് അല്ലെങ്കിൽ റിയൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, രണ്ടാമത്തെ എന്താണ്? പോസിറ്റീവ്. സോ നെഗറ്റീവും രണ്ടാമത്തെ എന്താണ്? പോസിറ്റീവ്. ഡൗട്ട് ഇല്ലല്ലോ? ആദ്യത്തെ രണ്ടും പോസിറ്റീവ് ആണ്, രണ്ടാമത്തത് ആദ്യത്തെ നെഗറ്റീവും രണ്ടാമത്തെ പോസിറ്റീവ്. ഫോർ എക്സാമ്പിൾ -3 + 4i എത്രയാണ്? -3 + 4i. നോക്കൂ, -3 + 4i. ഓക്കെ അല്ലേ? നോക്കാം. 4i. എക്സ് അല്ലെങ്കിൽ റിയൽ ആക്സിസ് -3, ഇമാജിനറി ആക്സിസ് 4 കേട്ടോ. ഇവിടെ -3, ഇവിടെ 4, ഇത് രണ്ടുകൂടെ മീറ്റ് ചെയ്യുന്ന ഇവിടെ അല്ലേ? ഓക്കെ, സോ ഇതാണ് -3, 4i. റിയൽ -3, ഇമാജിനറി 4. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല ആണോ. അപ്പോൾ രണ്ടാമത്തേൽ നെഗറ്റീവ് പോസിറ്റീവ്. മൂന്നാമത്തേലേക്ക് വരും. മൂന്നാമത്തെ ക്വാഡ്രന്റിൽ രണ്ടും നെഗറ്റീവാണ്. രണ്ടും എന്താണ്? നെഗറ്റീവ്. രണ്ടും നെഗറ്റീവ് ആണോ. ഫസ്റ്റിന്റെ നേരെ റിഫ്ലക്ഷൻ ആണ് ഇത് തേർഡ്. രണ്ടും നെഗറ്റീവ്. ഇവിടെ രണ്ട് പോസിറ്റീവ് ആണ്, ഇവിടെ രണ്ടും നെഗറ്റീവ്. ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. -i, -2i, -i, -2i രണ്ടും നെഗറ്റീവാണ്. x -1, y -2. കുഴപ്പമില്ലല്ലോ? സോ എവിടെ വരും? ഇവിടെ വരും അല്ലേ? ഇവിടെ വരും. നോക്കാം ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കിയേ. നോക്കാം കേട്ടോ. x -1, x അല്ല റിയൽ ആക്സിസ് -1, ഇമാജിനറി ആക്സിസ് -2. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് ഒരാൾ കൂടി ഉണ്ട്. ആരാ? ലാസ്റ്റ് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഇവിടെ റിയൽ ആക്സിസ് പ്ലസ് ആണ്, ഇമാജിനറി ആക്സിസ് നെഗറ്റീവ്. പ്ലസ് മൈനസ്, ഇവിടെ രണ്ടും പ്ലസ്, ഇവിടെ ഫസ്റ്റ് നെഗറ്റീവ് രണ്ടാമത്തെ പോസിറ്റീവ്, ഇവിടെ രണ്ടും നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ്. ഫോർ എക്സാമ്പിൾ 6i പ്ലസ് അല്ലേ, 6 + 4i, 6 + 4i കറക്റ്റ് ആവുമോ? ഇല്ല, 6 - 4i ആവും അല്ലേ. 6 - 4i റിയൽ പോസിറ്റീവ്, ഇമാജിനറി നെഗറ്റീവ്. സോ 6 4i ഇവിടെ. സോ നോക്കിക്കടാ, 6ഉം
4i ഇവിടെ വരും അല്ലേ, ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റത്തില്ലേ, മാർക്ക് ചെയ്യാം. സോ വാട്ട് വി വിൽ ഗെറ്റ് ഹിയർ ഉണ്ടോ 6 4 ഉണ്ടോ, റിയൽ 6ഉം ഇമാജിനറി -4. സോ 4 ക്വാഡ്രന്റും മനസ്സിലായല്ലോ. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് പോസിറ്റീവ്, ദെൻ നെഗറ്റീവ് ആണെങ്കിൽ ഫോർത്ത്, ആദ്യത്തെ നെഗറ്റീവും രണ്ടാമത്തെ പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ്, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ തേർഡ് ക്വാഡ്രന്റ്. കുഴപ്പമില്ലല്ലോ. സോ ഈ ഒരു ടൈപ്പ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഈ പ്ലെയിനെ വിളിക്കുന്ന പേര് ആർഗൻ പ്ലെയിൻ അല്ലെങ്കിൽ കോംപ്ലക്സ് പ്ലെയിൻ. റിയൽ ആക്സിസ് ആണ്, എക്സ് ആക്സിന് പകരം റിയൽ ആക്സിസ് ആൻഡ് വൈ ആക്സിന് പകരം ഇമാജിനറി ആക്സിസ്. ഇത്രയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇതൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഒരു 80% നമ്മൾ എവിടെ കവർ ചെയ്തു, നമ്മുടെ +1 കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ പോലും അറിയാതെ ഇതെല്ലാം കവർ ചെയ്തില്ലേ. പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3 ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. +1ഉം +2ഉം പഠിച്ചിട്ട് നല്ല മാർക്ക് മേടിക്കണം. നമ്മുടെ ഏതാ ബോർഡ് എക്സാമിനും കോമ്പറ്റേറ്റീവ് എക്സാംസിനും എല്ലാത്തിനും എന്ത് വേണം, നല്ല ബേസും വേണം, നന്നായിട്ട് പ്രോബ്ലം ചെയ്യാനും അറിയണം. സോ നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്ത് മേടിക്കുക, നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ അല്ലേ മക്കളെ, സെറ്റ് അല്ലേ? സോ ഫുൾ മാർക്ക് മേടിക്കത്തില്ലേ? ഓക്കെ. സോ എന്ത് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. കളിക്കുക, കഴിക്കുക അല്ലെ, ഫുഡ് കഴിക്കുക, നന്നായിട്ട് പഠിക്കുക, ഇത്രേ ഉള്ളൂ. എല്ലാം ചെയ്യണം, അല്ലാതെ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. എല്ലാം ഒരേപോലെ ചെയ്താലേ ഉള്ളൂ നമ്മുടെ ബുദ്ധി വളരത്തുള്ളൂ. ഓക്കെ അല്ലേ? സോ സെറ്റ് അല്ലേ? പഠിക്കുക, നന്നായിട്ട് കളിക്കുക, ഫുഡ് കഴിക്കുക. ഓക്കെ, സെറ്റാണ്. നന്നായിട്ട് പഠിക്കുക. കോംപ്ലക്സ് നമ്പേഴ്സ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഓൾറെഡി നമ്പറൊക്കെ തന്നു, 9633606025. എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. അപ്പം വീണ്ടും അടുത്ത ചാപ്റ്റർ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.